സ്വാഗതം ഇൻസൈറ്റിലേക്ക്. ഇത് നമ്മൾ സംസാരിക്കുന്നത് മണിപ്പൂരിനെ കുറിച്ചാണ്. 1 വർഷവും 3 മാസവും പിന്നിട്ട അതിഗുരുതരമായ സംഘർഷത്തിൻ്റെ അവസ്ഥയിലൂടെയാണ് ആ സംസ്ഥാനം കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. കുക്കികൾക്ക് നേരെ ഉണ്ടായ ഏതാണ്ട് വംശഹത്യാശ്രമത്തിനോട് അടുപ്പിച്ച് എന്ന് പറയാവുന്ന അതിക്രമങ്ങൾ, അത് ഇടക്കാലത്ത് അതിക്രമങ്ങളുടെ, കയ്യേറ്റങ്ങളുടെ, ആക്രമണങ്ങളുടെ എണ്ണം കുറച്ച് കുറഞ്ഞെങ്കിൽ പോലും സംഘർഷത്തിന് അവിടെ അയവ് വന്നിട്ടുണ്ടായില്ല. ഇപ്പോൾ വീണ്ടും മണിപ്പൂരിൽ സംഘർഷങ്ങൾ ആരംഭിച്ചിരിക്കുന്നു. മരണങ്ങൾ റിപ്പോർട്ട് ചെയ്തു തുടങ്ങുന്നു. നമുക്കിപ്പം ഉള്ളത് രാജ്യത്ത് തന്നെ മുതിർന്ന മാധ്യമപ്രവർത്തകരിൽ ഒരാളായ ജോർജ് കള്ളിവയലാണ്. അദ്ദേഹം മണിപ്പൂരിനെക്കുറിച്ച്, ഈ സംഘർഷങ്ങൾ ഉണ്ടായതിനു ശേഷം മണിപ്പൂർ FIR എന്ന് പറഞ്ഞ് മണിപ്പൂർ സന്ദർശിക്കുകയും വിവിധ വിഭാഗങ്ങളുമായിട്ട് സംസാരിക്കുകയൊക്കെ ചെയ്ത് മണിപ്പൂർ FIR എന്ന് പറയുന്നൊരു പുസ്തകം പ്രസിദ്ധീകരിച്ച വ്യക്തി കൂടിയാണ്. സ്വാഗതം ഇൻസൈറ്റിലേക്ക്. നമസ്കാരം. താങ്കൾ ഈ പുസ്തകത്തിൽ സൂചിപ്പിക്കുന്നത് പോലെ തന്നെ ഈ പുസ്തകത്തിൽ സൂചിപ്പിച്ചിട്ടുണ്ട്, അത് ഈ സംഘർഷം തുടങ്ങിയ ഒരു 3-4 മാസം കഴിഞ്ഞതിന് ശേഷമാണ് ആ പുസ്തകം വരുന്നത്. ആ പുസ്തകത്തിൽ തന്നെ ഒരു കാര്യം സൂചിപ്പിച്ചിരുന്നു, ഇതൊരു ദീർഘനാളത്തേക്ക് ഉള്ളൊരു പ്രോബ്ലമായിട്ട് മാറാൻ സാധ്യതയുണ്ട്. ഈ മുറിവുണങ്ങുക അത്ര എളുപ്പമല്ല. ഈ വിവിധ വിഭാഗങ്ങൾക്കിടയിൽ, അത് കുക്കി മെയ്തൈ വിഭാഗങ്ങൾക്കിടയിലുണ്ടായ ഈ മുറിവ് ഉണങ്ങുക അത്ര എളുപ്പമുള്ള കാര്യമല്ല എന്ന് താങ്കൾ സൂചിപ്പിച്ചിരുന്നു. ഏതാണ്ട് അത് തന്നെ സംഭവിക്കുന്നു എന്ന് വേണോ നമ്മൾ കരുതാൻ? മണിപ്പൂർ ഇപ്പോഴും അതിൻ്റെ അശാന്തി, ആഴത്തിലുള്ള അശാന്തിയായി തുടരുകയാണോ? തീർച്ചയായിട്ടും നമുക്കറിയാം, 16 മാസം പിന്നിട്ടിട്ടും അവിടെ കലാപം വീണ്ടും രൂക്ഷമായിരിക്കുകയാണ്. അത് ശമിക്കുകയല്ല, അല്ല ശാന്തമാകുകയല്ല. അവിടെ കഴിഞ്ഞ ഞായറാഴ്ച ഉണ്ടായ ഡ്രോൺ അറ്റാക്ക് അടക്കമുള്ള ബോംബാക്രമണം, വെടിവെപ്പിലുമൊക്കെ 6 പേരാണ് മരിച്ചത്. ഇന്നലെയും അവിടെ ഒരു കുക്കി കൊല്ലപ്പെട്ടിട്ടുണ്ട്. ലിമോഹാൽ മേറ്റ് എന്ന് പറയുന്ന ഒരു മുൻ ഹവിൽദാറാണ്, ആസാം റെജിമെന്റിലെ ഒരു മുൻ സൈനികനാണ് കൊല്ലത്. അത് അവിടെ നമുക്ക് ഇവിടെ ബഫർ സോൺ ഉണ്ട്. ഈ 2 മെയ്തേയ് കുക്കി മേഖലകളെ തിരിക്കുന്ന ബഫർ സോൺ ഉണ്ട്. ഈ ബഫർ സോണ് മറികടന്നു അദ്ദേഹം കാർ ഓടിച്ച് അപ്പുറത്ത് പോയി. അദ്ദേഹം അറിയാതെ പറ്റിയതെന്നാണ് പറയുന്നത്, കാരണം പ്രായമായ മനുഷ്യനാണ്. അദ്ദേഹം അബദ്ധത്തിൽ മെയ്തേയ് മേഖലയിലേക്ക് കിടക്കുക. അദ്ദേഹത്തിന്റെ ഡെഡ് ബോഡിയാണ്, അദ്ദേഹത്തിന്റെ മൃതദേഹമാണ് ഇന്നലെ കിട്ടിയത്. അപ്പോ ഇതൊരു വലിയ ഒരു പ്രശ്നമായി തുടരുകയാണ്. ഞാൻ അവിടെ അന്ന് ചെന്നപ്പോഴും നാം കണ്ടൊരു കാര്യം എന്ന് പറയുന്നത്, ഈ താഴ്വാര പ്രദേശങ്ങൾ, അതായത് സർക്കാരുമൊക്കെ ഇരിക്കുന്ന ഇംഫാൽ പ്രദേശങ്ങൾ മുഴുവൻ താഴ്വാരമാണ്, ചുറ്റും മലമ്പ്രദേശങ്ങളാണ്. മലമ്പ്രദേശങ്ങളിലാണ് കുക്കികൾ. അവിടെ താഴ്വാരത്താണ് വികസനവും ഗവൺമെന്റും രാജ്യത്തെ പ്രധാനപ്പെട്ട സ്ഥാപനങ്ങൾ, സെക്രട്ടേറിയറ്റ് മുതൽ അവിടുത്തെ എയിംസ് പോലുള്ള മെഡിക്കൽ കോളേജുകൾ മുതൽ അവിടെയുള്ള പ്രധാനപ്പെട്ട എല്ലാ സ്ഥാപനങ്ങളും, യൂണിവേഴ്സിറ്റി അടക്കം എല്ലാ സ്ഥാപനങ്ങളും ഈ താഴ്വാരത്താണ്. മലയോരത്ത് വളരെ ചെറിയ വികസനങ്ങളാണ്. ഇപ്പോഴാണ് 1-2 ഹൈവേ ഒക്കെ നേരത്തെ പണി തുടങ്ങിയിരുന്നത് കൊണ്ട് മലയോരത്തൂടെ കടന്നു പോകുന്നു. അപ്പൊ അവിടെ വേണ്ടത്ര വിദ്യാഭ്യാസ സ്ഥാപനങ്ങളില്ല, ആരോഗ്യ സ്ഥാപനങ്ങളില്ല. അപ്പൊ അത്തരത്തിലുള്ള പ്രശ്നങ്ങളൊക്കെ അവിടെ നിൽക്കുമ്പോഴും ഈ 2 മേഖലകളെ തിരിക്കുന്നതിനിടയ്ക്ക് ഏതാണ്ട് പരലോങ്ങുകളൊക്കെ ബഫർ സോണായിട്ട് ഇട്ടിരിക്കുകയാണ്, കിടക്കുകയാണ്. അവിടെ കൂടുതലും മുസ്ലിങ്ങളാണ്, പങ്കൽ മുസ്ലിങ്ങൾ എന്ന് പറയുന്ന അവരാണ് ഈ ബഫർ സോണിൽ കൂടുതലും താമസിക്കുക. അല്ലാത്തവരുണ്ട്. ബഫർ സോണിൽ കഴിയുന്നിടത്തോളം ഈ അങ്ങോട്ടും ഇങ്ങോട്ടും കിടന്നാൽ അപ്പം വെടിവെക്കുന്ന സ്ഥിതിയാണ്. അവർ കിടക്കുന്നത് റോഡിക്കൂടെ പോലും കിടക്കാൻ കഴിയുന്നില്ല. ഇവിടുന്ന് ചെല്ലുന്ന അവരുടെ വൻകരയിൽ നിന്ന് ചെല്ലുന്നു എന്നാണ് പറയുന്നത്. നമ്മള് പ്രധാന ഇന്ത്യൻ ഭൂപ്രദേശത്ത് നിന്ന് ചെല്ലുന്നവർക്ക് പോലും അവിടെ നിയന്ത്രണങ്ങളുണ്ട്. നമുക്കറിയാം, രാഹുൽ ഗാന്ധി പ്രതിപക്ഷ നേതാക്കളും അവിടെ പോയപ്പോ ഈ ചുരാഞ്ചത്പൂരിലേക്ക്, ഇംഫാലിൽ നിന്ന് ചുരാഞ്ചത്പൂരിലേക്ക് ബിഷ്ണുപൂർ വഴി ഗ്രാമത്തിലൂടെ ഉള്ള റോഡിലൂടെ കടക്കാൻ ശ്രമിച്ചപ്പോൾ പോലീസ് തടയുകയും അത് നടക്കാതെ വരികയും ചെയ്തു. പിന്നീട് ഹെലികോപ്റ്ററിലാണ് അവർ പോയത്. ഇവിടുന്ന് പോയ MP-മാരെല്ലാം, പ്രതിപക്ഷ MP-മാരുടെ നേതാക്കളടക്കം ഈ ചുരാഞ്ചത്പൂരിലേക്ക് അല്ലെങ്കിൽ ഈ മലയോര പ്രദേശത്തേക്ക് കിടക്കുന്നത് പലപ്പോഴും മെയിൻ റോഡ് ഹെലികോപ്റ്ററിലൂടെയോ അല്ലെ മെയിൻ റോഡിലൂടെ മാത്രമാണ്. മെയിൻ റോഡിൽ പട്ടാളവും ഒക്കെ ഉള്ളത് കൊണ്ടാണ്. അവിടെ പോലും പരിശോധനകളുണ്ട്. 2 രാജ്യം പോലെ കൃത്യമായി തിരിഞ്ഞാണ് ഈ മണിപ്പൂർ നിൽക്കുന്നത്. അവിടെ ആ പ്രശ്നം, വർഷങ്ങളായിട്ടുള്ള ചില പ്രശ്നങ്ങളുണ്ട്. ഇവിടെ വംശീയമായ പ്രശ്നങ്ങൾ അവിടെയുണ്ട്, വർഗീയമായ പ്രശ്നങ്ങളുണ്ട്. പക്ഷേ
ഇവിടെ മനസ്സിലാക്കേണ്ട കാര്യം, ഇവിടെ കേന്ദ്ര സർക്കാരും അവരെ ഭരണത്തിലിരിക്കുന്ന രാഷ്ട്രീയ പാർട്ടികളും പറഞ്ഞു പരത്തുന്ന ഒരു പ്രധാന കാര്യം എന്ന് പറയുന്നത് അവിടെ വർഷങ്ങളായുള്ള വംശീയ പ്രശ്നം ആളിക്കത്തി എന്നാണ് പറയുന്നത്. യഥാർത്ഥത്തിൽ അതൊരു വ്യാജ പ്രചരണം. അവിടെ വർഷങ്ങളായി അവിടെ വംശീയ പ്രശ്നങ്ങളുണ്ട്. പക്ഷെ ആ വംശീയ പ്രശ്നവും വംശീയ സംഘർഷവും നിലനിന്നിരുന്ന പ്രധാനമായും നാഗകളും കുക്കികളും തമ്മിലാണ്. അവർ തമ്മിലാണ് പോരുകൾ നടന്നുകൊണ്ടിരുന്നത്, യുദ്ധങ്ങൾ നടന്നുകൊണ്ടിരുന്നത്. വളരെ അനേകർ മരിച്ചിട്ടുണ്ട്. പക്ഷേ മെയ്തേയ്കളും കുക്കികളും തമ്മിൽ കാര്യമായ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നില്ല. ഒരു മേജർ സംഘർഷം ഒരിക്കലും ഉണ്ടായിട്ടില്ല. എന്ന് മാത്രമല്ല, മെയ്തേയ് രാജാക്കന്മാരാണ് താഴ്വാര പ്രദേശം ഭരിച്ചുകൊണ്ടിരുന്നത്. മെയ്തേയ് രാജാക്കന്മാർക്ക് പലപ്പോഴും കാവൽക്കാരായിരുന്നത്, അവരുടെ സംരക്ഷകരായിരുന്നത് കുക്കി പടയാളികളാണ്. കുക്കി പടയാളികൾ ഇതിന് പല പ്രശ്നങ്ങളുണ്ട്. കാരണം മ്യാൻമർ അതിർത്തിയുമായി പങ്കിടുന്നു, തൊട്ടടുത്ത മിസോറാമിലെ ആളുകളുമായി പങ്കിടുന്നു, നാഗാലാൻഡിലെ ആളുകളുമായി, ആസാമില്, ഈ സമീപ പ്രദേശങ്ങളിൽ നിന്നുള്ള എല്ലാവരും ചേർന്ന ഒരു വളരെ സങ്കീർണമായ ഒരു പ്രശ്നമാണ്. അവിടെ തികച്ചും ഏകപക്ഷീയമായാണ് ബീരൻ സിംഗിന്റെ BJP സർക്കാർ ഭരിച്ചത്. നമുക്കറിയാം, മന്ത്രിമാരും അടക്കം കുക്കി മേഖലയിലുള്ള 10 MLA മാറി നിൽക്കുന്നു. അവര് ഒരു ഭരണം, ഇവിടെ മെയ്തേയ്കളുടെ നേതൃത്വത്തിൽ വേറൊരു ഭരണം. അതൊരു വലിയ പ്രതിസന്ധിയാണ്. അവിടെ നമുക്കറിയാവുന്ന സംവരണ പ്രശ്നത്തിന്റെ പുറത്താണ് ഈ സമരം തുടങ്ങുന്നത്. അതെ, ആ സംവരണം തുടങ്ങിയപ്പോൾ രാജീവ് ശങ്കറിന് അറിയാവുന്നതുപോലെ അന്ന് നാഗകളും കുക്കികളും ഒരുമിച്ചായിരുന്നു പ്രതിഷേധത്തിന് ആഹ്വാനം ചെയ്തിരുന്നത്. കുറെ കഴിഞ്ഞപ്പോ BJP ഗവൺമെന്റിന്റെയും വളരെ തന്ത്രപരമായ ചില ആളുകളുടെയും ഒക്കെ താല്പര്യത്തില് നാഗകളെ ഒഴിവാക്കി ആക്രമണം കുക്കികൾക്കെതിരെ മാത്രമാക്കുകയും പിന്നീട് ഇത് കുക്കി മെയ്തേയ് പ്രശ്നമായി മാറുകയുമായി. യഥാർത്ഥത്തിൽ പ്രശ്നം തുടങ്ങിയപ്പോൾ ഇത് ആദിവാസികൾ, ഗോത്രവർഗക്കാർ ഒരു വശത്തും മെയ്തേയ്കൾ മറുവശത്തുമായിരുന്നു. അപ്പോ കുക്കികളെക്കാൾ കൂടുതൽ നാഗകളുണ്ട് അവിടെ. 21% നാഗകളുള്ള ഒരു സംസ്ഥാനമാണത്. അതിനേക്കാൾ ചെറിയ മൂന്നാമത്തെ ന്യൂനപക്ഷമാണ് കുക്കികൾ. ഇത് നാഗകളും കുക്കികളും പൊതുവെ ക്രൈസ്തവരും, മെയ്തേയ്കള് നമുക്കറിയാവുന്നതുപോലെ കൂടുതലും ഹൈന്ദവരും, അവിടെയും ക്രൈസ്തവരുണ്ട് ഒരു ചെറിയ വിഭാഗം. അതുകൊണ്ട് ആ മെയ്തേയ്കളുടെ നേതൃത്വത്തിലുള്ള ക്രൈസ്തവ പള്ളികൾക്ക് നേരെയും ആക്രമണം ഉണ്ടായി. ഇവിടെ ഒരു വർഗീയ പ്രശ്നവും അവിടെ ഉണ്ടായിട്ടുണ്ട്. അപ്പൊ ഇത് വളരെ വളരെ സങ്കീർണമായ ഒരു പ്രശ്നത്തില് തീർച്ചയായിട്ടും 250-ലേറെ പേര് കൊല്ലപ്പെട്ടു എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല. കൃത്യമായ കണക്ക് ഒരു ഗവൺമെന്റും പുറത്തുവിടാൻ പോകുന്നില്ല. ഇപ്പോഴും 200-ലേറെ എന്നൊക്കെ പറഞ്ഞാണ് ദേശീയ പത്രങ്ങൾ റിപ്പോർട്ട് ചെയ്തത്. അത് വളരെ കുറഞ്ഞ സംഖ്യയാണെന്ന് അവിടെയുള്ളവർ പറയും. അത് ഒരുപക്ഷെ കുക്കികളുടെ ഭാഗത്ത് മാത്രം അത്രയും പേര് മരിച്ചിട്ടുണ്ടാവും. അപ്പോ ഇപ്പോഴും കൃത്യമായ മരണത്തിന് കണക്കുകൾ പോലുമില്ല. അപ്പോ അങ്ങനെ ഒരു സംസ്ഥാനത്ത് 1,00,000-ലേറെ ആളുകൾ ഒളിച്ചു പോകേണ്ടി വന്ന, രാജ്യം വിടേണ്ടി വന്ന ഒരു സംസ്ഥാനത്താണ് ഇരിക്കുന്നത്. അപ്പോ ഈ പ്രശ്നം വളരെ ഏകപക്ഷീയമല്ലാതെ പരിഹരിക്കേണ്ടിയിരുന്നത് പ്രശ്നത്തിന് ഉത്തരവാദിയായ സർക്കാരും അതിന് നേതൃത്വം നൽകിയ മുഖ്യമന്ത്രിയും ഇപ്പോഴും അവിടെ തുടരുകയാണ്. നമുക്കറിയാം, ഗവർണർ അതാണ് ഞാൻ ചോദിക്കാൻ വന്നത്. അപ്പോൾ ഈ സംഘർഷം ഉണ്ടായ സമയത്ത് ഇത് അവസാനിപ്പിക്കാൻ, അല്ലെങ്കിൽ ഈ ആക്രമണങ്ങൾ വലിയ തോതിൽ രൂക്ഷമായി വന്ന സമയത്ത്, സ്ത്രീകൾക്കെതിരെയൊക്കെ വളരെ ക്രൂരമായ ആക്രമണങ്ങൾ പുറത്തേക്ക് വന്ന സമയത്തൊക്കെ ഇതിൽ ഇടപെടാനും ഇത് അവസാനിപ്പിക്കാനും പ്രധാനമന്ത്രി അടക്കമുള്ളവർ ശ്രമിക്കണം എന്നുള്ള ആവശ്യമുണ്ടായിരുന്നു. എന്നിട്ട് പോലും പ്രധാനമന്ത്രി അക്കാര്യത്തിൽ മൗനം പാലിക്കുന്ന കാഴ്ച നമ്മൾ കണ്ടു. അവസാനം ഒരു അവിശ്വാസ പ്രമേയ ചർച്ചയ്ക്കിടയിലാണ് പ്രധാനമന്ത്രി മണിപ്പൂരിനെ കുറിച്ച് സംസാരിക്കുന്നത് ലോക്സഭയിൽ നമ്മൾ കേൾക്കുന്നത്. ഇലക്ഷൻ കഴിഞ്ഞതിന് ശേഷവും പ്രധാനമന്ത്രി മണിപ്പൂരിലേക്ക് പോകാൻ കൂട്ടാക്കിയിട്ടില്ല. ഈ അവിടുത്തെ ഗവൺമെൻറ്റും കേന്ദ്ര സർക്കാരും ഏതാണ്ട് ഒരേപോലെ ഒരു വിഭാഗത്തിനൊപ്പം ചേർന്നുകൊണ്ട് നിൽക്കുന്നു എന്നുള്ളൊരു പ്രശ്നം, അതല്ല യഥാർത്ഥത്തിൽ ഈ പ്രശ്നം ഒരു തരത്തിലും ഒരു പരിഹാര ശ്രമവും ഇല്ലാതിരിക്കുന്നത്. രാജീവ്, ആ ചോദ്യം വളരെ കൃത്യമാണ്. അതാണ് ശരി. അതായത് പ്രശ്നപരിഹാരത്തിന് നേതൃത്വം നൽകേണ്ടിയിരുന്ന സർക്കാരുകൾ അവരൊരു പക്ഷം പിടിച്ചിരിക്കുക. അത് തന്നെയാണ് അവിടുത്തെ പ്രധാന പ്രശ്നം. ആ പക്ഷം പിടിച്ചു എന്ന് കുക്കികൾക്ക് പൂർണ്ണ സംശയവുമുണ്ട്. സംശയം മാത്രമല്ല, അവരത് പരസ്യമായിട്ട് ആരോപിക്കുന്നത്. അതുകൊണ്ടാണ് പ്രത്യേക പ്രദേശം, സ്വയംഭരണം വേണം, കേന്ദ്ര ഭരണമോ അല്ലെങ്കിൽ പ്രത്യേക ഭരണ പ്രദേശമോ വേണമെന്ന് കുക്കികൾ ഇപ്പോഴും ആവശ്യപ്പെടുന്നു. അത് MLA-മാര് 10 MLA-മാർ ഒപ്പിട്ട് നേരത്തെ തന്നെ ഈ കത്ത് കൊടുത്തിട്ടുണ്ട്. ഞാൻ എഴുതിയ പുസ്തകത്തിൽ പോലും അത് പറയുന്നു. അന്ന് മുതൽ അവരുടെ പ്രധാന ആവശ്യം.
അവിടെ തികച്ചും ഏകപക്ഷീയമായാണ് സർക്കാർ പ്രവർത്തിക്കുന്നത്. ആ സർക്കാരിന്റെ പ്രവർത്തനങ്ങൾക്ക് നിയന്ത്രിക്കാൻ കേന്ദ്രത്തിന് കഴിയുന്നില്ലെന്ന്, അല്ലെങ്കിൽ കേന്ദ്രം പൂർണ്ണമായി അവരെ പിന്താങ്ങുകയോ ഒരു പക്ഷം ചേരുകയോ ചെയ്യുക. നമുക്കറിയാം, കഴിഞ്ഞ തെരഞ്ഞെടുപ്പില് പ്രധാനമന്ത്രി അവിടെ പോയില്ല. പ്രധാനമന്ത്രി പാർലമെന്റില് 2 പെൺകുട്ടികളെ, സ്ത്രീകളെ നഗ്നരാക്കി നടത്തി കൂട്ടബലാത്സംഗം ചെയ്ത് അതിലൊരാളെ കൊല്ലുകയും ചെയ്തപ്പോൾ മാത്രമാണ് അതേക്കുറിച്ചാണ് ചെറുതായി ഒരു പ്രതികരണം ആദ്യം നടത്തിയത്. അപ്പോഴും അവിടെയുള്ള ഈ അക്രമികളെ അപലപിച്ചില്ല, അല്ല അക്രമം അടിച്ചമർത്താൻ ആഹ്വാനം ചെയ്തില്ല. പിന്നീട് അദ്ദേഹം, നമുക്കറിയാം, ഈ അവിശ്വാസ പ്രമേയം കൊണ്ടുവന്ന് തന്നെ, പാർലമെന്റിലെ പ്രതിപക്ഷം കൊണ്ടുവന്ന് തന്നെ ഈ മണിപ്പൂർ പ്രശ്നം ഉന്നയിച്ച് തന്നെയായിരുന്നു. അതുകൊണ്ട് അതിന് മറുപടി പറയാൻ അദ്ദേഹം നിർബന്ധിതനായി. 2 സഭകളിലും ഏതാണ്ട് ഒരേപോലത്തെ മറുപടി പറഞ്ഞു. വലിയ തോതിൽ വളരെ നല്ല വാക്കുകളൊക്കെ പറഞ്ഞു. പക്ഷെ അപ്പോഴും പ്രശ്നപരിഹാരത്തിന് കൃത്യമായൊരു നടപടി ഉണ്ടായില്ലെന്നുള്ള, ഉക്രൈനിൽ വരെ സമാധാന ദൗത്യത്തിന് പോകുന്ന പ്രധാനമന്ത്രി ഈ സ്വന്തം നാട്ടിലെ, സ്വന്തം ജനതയുടെ, സ്വന്തം പൗരന്മാരുടെ, പ്രധാനമന്ത്രിക്ക് ഉത്തരവാദിത്തമുള്ള, സമാധാനം കാക്കാൻ അങ്ങേയറ്റ ഉത്തരവാദിത്തമുള്ള, അവിടെ ക്രമസമാധാന പാലനം ഉറപ്പാക്കേണ്ട കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയവും പ്രധാനമന്ത്രിയും കേന്ദ്ര സർക്കാരും അവിടുത്തെ മണിപ്പൂർ സർക്കാരും അവിടെ കൃത്യമായ ഏകപക്ഷീയമായ നടപടികളാണ് ഉണ്ടാവുന്നത്. ഇപ്പൊ പോലും അവിടെ സൈന്യം പക്ഷപാതപരമായി പെരുമാറുന്നു എന്ന് ഞാൻ ആരോപിക്കില്ല. പക്ഷെ മണിപ്പൂർ പോലീസും, മണിപ്പൂരിന്റെ കമാൻഡോ ഫോഴ്സ് ഉണ്ട് മണിപ്പൂർ പോലീസിൽ, അവരും കൃത്യമായി കുക്കികളെ മാത്രം ലക്ഷ്യമിട്ട് അവർക്കെതിരെ ആക്രമണങ്ങൾ നടത്തുന്നതിനെ തുടർന്നാണ് കുക്കികള് ഇപ്പോൾ തിരിച്ചടിക്കാൻ തുടങ്ങിയത്. അതിന്റെ ഭാഗമാണ് നമുക്കറിയാവുന്ന പോലെ ജിരിബാമിലുണ്ടായ ഡ്രോൺ ബോംബ് ആക്രമണം. ഈ ഡ്രോൺ ബോംബ് ആക്രമണത്തിന് മുമ്പ് തന്നെ കുക്കികളെ തെരഞ്ഞുപിടിച്ച് പോലീസ് അവരുടെ കേന്ദ്രങ്ങളിൽ കയ്യേറി അറസ്റ്റ് ചെയ്യാനൊക്കെ നടത്തിയ നീക്കങ്ങളെ ഇവർ പ്രതിരോധിക്കുന്നുണ്ടായിരുന്നു. പലപ്പോഴും അതൊരു സംഘർഷത്തിലേക്ക് പോയിട്ടുണ്ട്. നമുക്കറിയാം, ഇപ്പോഴും അവിടെ കടുത്ത പ്രതിസന്ധിയിലാണ് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്. ഇന്നലെയും ഇന്നും, ഇന്നും നാളെയും അവിടെ സ്കൂളുകൾക്ക്, എല്ലാ സ്കൂളുകൾക്കും സർക്കാർ സ്വകാര്യ വ്യത്യാസമില്ലാതെ എല്ലാ സ്കൂളുകൾക്കും അവധി കൊടുക്കേണ്ട ഒരു സ്ഥിതിയിലേക്ക് പോയിരിക്കുകയാണ്. നമുക്കറിയാം, ഇതൊക്കെ നടക്കുന്നത് 16 മാസത്തിന് ശേഷമാണ്. അപ്പോഴും പ്രധാനമന്ത്രിയും വളരെ കുറ്റകരമായ മൗനം പാലിക്കുകയാണ്. ഈ പ്രശ്നങ്ങളെ അഭിസംബോധന ചെയ്യുന്നില്ല, മുഖ്യമന്ത്രിയെ മാറ്റുന്നില്ല, സർക്കാരിനെ മാറ്റുന്നില്ല. അവിടെ നടന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 2 സീറ്റിലും മെയ്തേയ് ഭൂരിപക്ഷമുള്ള സീറ്റിൽ പോലും BJPയോ അവരെ അനുകൂലിക്കുന്നവരോ തോറ്റു. അവിടെ നമുക്കറിയാവുന്നത് പോലെ കോൺഗ്രസ് സ്ഥാനാർത്ഥിക്ക് വലിയ വിജയം നേടാൻ കഴിഞ്ഞു. ഇതെല്ലാം ജനങ്ങളുടെ ഒരു വികാരം. മെയ്തേയ്കളായിട്ടുള്ള സാധാരണക്കാരുടെ വോട്ട് കിട്ടാതെ അവിടെ ജയിക്കാൻ പറ്റും. ഇംഫാൽ, ഔട്ടർ ഇംഫാലിലും ഇന്നർ ഇംഫാൽ മണ്ഡലത്തിലും, ഇന്നർ മണിപ്പൂർ മണ്ഡലത്തിലും ഔട്ടർ മണിപ്പൂർ മണ്ഡലത്തിലും BJPക്ക് കനത്ത തോൽവി, BJPക്ക് സഖ്യകക്ഷികൾക്ക് നേരിടേണ്ടി വന്നു. ഇതെല്ലാം കഴിഞ്ഞിട്ടും ഒരു മാറ്റവും അവിടുത്തെ കാര്യങ്ങൾ ഉണ്ടായിട്ടില്ല. അവിടെ കുറച്ചൊക്കെ നീതിപൂർവമായി ചെയ്യാൻ ശ്രമിച്ച അനസൂയ UK എന്ന് പറയുന്ന ഒരു വനിതാ ഗവർണറെ അവിടെ മാറ്റിക്കഴിഞ്ഞു. അവർക്ക് പകരം ഇപ്പോൾ മറ്റൊരു ഗവർണർ കൂടി എത്തിയതോടെ കുക്കികൾക്ക് പ്രതീക്ഷിക്കാൻ പോലും ആരുമില്ലാത്ത ഒരു സ്ഥിതിയിലാണ് കാര്യങ്ങൾ നീങ്ങുന്നത്. അവിടെ തികച്ചും ഏകപക്ഷീയമായ ഈ പ്രശ്നങ്ങൾ ഇങ്ങനെ പോയാൽ ഇത് പ്രതീക്ഷിക്കാവുന്നതിലേറെ വലിയ ഒരു പ്രതിസന്ധിയിലേക്ക് കടക്കാൻ സാധ്യതയുണ്ട്. തീർച്ചയായിട്ടും അതൊരു അക്രമങ്ങളിലൂടെ തന്നെയാകും. കാരണം അക്രമങ്ങൾ ഒന്നും അവർക്ക് പുത്തരിയല്ല. വെടികൊണ്ടും അടികൊണ്ടും നേരിട്ട് പരിചയമുള്ള പോരാളികളായ മനുഷ്യരാണ് കുക്കികള്. അപ്പൊ അവര് 1-2 പേരെ കൊന്നൊടുക്കിയാലൊന്നും അവസാനിക്കുന്ന കാര്യമല്ല. അവർക്ക് പ്രതിരോധം അവർ തന്നെ സൃഷ്ടിക്കുന്നു. നിയമം നമുക്കറിയാവുന്ന പോലെ അരമ്പായ് തെങ്കോൾ എന്ന പേരിലുള്ള ഒരു തീവ്ര മെയ്തേയ് സംഘം അക്രമം പരസ്യമായി അഴിച്ചുവിടുന്നു. അവിടുത്തെ MLA-മാരെ കൊണ്ടും മന്ത്രിമാരെ കൊണ്ടും അവരുടെ ഭാഗത്ത് നിൽക്കുമെന്ന് പരസ്യമായി സത്യപ്രതിജ്ഞ ചെയ്യിക്കുന്നു, ഭീഷണിപ്പെടുത്തി സത്യപ്രതിജ്ഞ ചെയ്യിക്കുന്നു. അവിടെ MLA ഒക്കെ മർദ്ദിക്കുന്നു. ഇതെല്ലാം ചെയ്തിട്ട് ഒരു നടപടിയില്ല. ഏത് പക്ഷപാതപരമായ നടപടി ആര് ചെയ്താലും നടപടിയൊന്നുമില്ല. അപ്പോ അതൊരു 2 പക്ഷത്തും നടപടി എടുക്കാൻ കഴിയാത്ത രീതിയിൽ കാര്യങ്ങൾ പോവുകയാണ്. നമുക്കറിയാം, ആസാം റൈഫിൾസിനെ അവിടെ തികച്ചും ഈ സമാധാനം ഒരു പരിധി വരെയൊക്കെ നിലനിർത്തുന്നതിന് അവര് അക്രമങ്ങളെ തടയുന്നതിൽ ആസാം റൈഫിൾസ് വലിയ ഒരു പങ്ക് വഹിച്ചിരുന്നു. അന്ന് മലയാളിയായ ഒരു നായരായിരുന്നു ഡയറക്ടർ ജനറൽ. അപ്പൊ ആസാം റൈഫിൾസിനെ പ്രധാന മേഖലകളിൽ നിന്ന് മാറ്റി CRPF-നെ CASF-നെ ഒക്കെ ഇറക്കിയിരിക്കുകയാണ്.
അതും പ്രതിസന്ധിക്ക് കൂടുതലുണ്ട്. ആസാം റൈഫിൾസ് ഇപ്പോഴും കൂടി ഉണ്ട്, ചില മേഖലകളിൽ നമ്മളിത് അവരുണ്ട്. പറയുമ്പോഴേ ഇപ്പോൾ കഴിഞ്ഞ ഓഗസ്റ്റിൽ സുപ്രീം കോടതി വളരെ ഗൗരവത്തിൽ ഇത് വീക്ഷിക്കുകയും വളരെ പ്രധാനപ്പെട്ട ചില നിർദ്ദേശങ്ങൾ നൽകുകയൊക്കെ ചെയ്തിരുന്നു. അതായത് 3 ജഡ്ജിമാരടങ്ങുന്ന ഒരു കമ്മിറ്റിയെ അങ്ങോട്ട് നിയോഗിച്ചു. അവിടുത്തെ ഈ മനുഷ്യാവകാശ ലംഘനങ്ങൾ, സ്ത്രീകൾക്ക് നേരെ നടന്ന പീഡനങ്ങൾ, ഇതൊക്കെ അന്വേഷിക്കുന്നതിനും റിപ്പോർട്ട് ചെയ്യുന്നതിനും വേണ്ടിയിട്ട് അവരുടെ റിപ്പോർട്ട് വന്നു. പിന്നെ ഇതിൻ്റെ അന്വേഷണത്തിന് ഇതര സംസ്ഥാനങ്ങളിൽ നിന്നുള്ള ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരടങ്ങുന്ന ഒരു ടീമിനെ സുപ്രീം കോടതി നിയോഗിച്ചു. അതിൻ്റെ മേൽനോട്ടത്തിന് സുപ്രീം കോടതി തന്നെ വേറൊരു മുതിർന്ന ഉദ്യോഗസ്ഥനെ വെച്ചു. അങ്ങനെ പല കാര്യങ്ങൾ സുപ്രീം കോടതിയുടെ ഭാഗത്തു നിന്നുണ്ടായി. സംസ്ഥാന സർക്കാരിന് തന്നെയും സുപ്രീം കോടതി രൂക്ഷമായി വിമർശിച്ചു. പല കേസുകളിലും FIR ഇട്ടിട്ടില്ല എന്നുള്ള വിമർശനങ്ങളുണ്ടായിരുന്നു. അപ്പോൾ ഇങ്ങനെ വളരെ ഗൗരവപൂർണ്ണമായ ഇടപെടൽ സുപ്രീം കോടതിയുടെ ഭാഗത്തു നിന്നുണ്ടായി. പക്ഷേ എന്നിട്ട് പോലും ഈ ഭരണകൂടത്തിൻ്റെ ഒരു നടപടി, അത് ഒരു തരത്തിലും ഭരണകൂടം ഒരു സമാധാനം സ്ഥാപിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ശ്രമങ്ങളും നടത്തുന്നില്ല. എന്നുവെച്ചാൽ കൃത്യമായൊരു രാഷ്ട്രീയ ലക്ഷ്യമുണ്ട് ഞങ്ങൾക്ക്, അത് ഭൂരിപക്ഷ സമുദായത്തിൻ്റെ ഒപ്പം നിൽക്കുക എന്നുള്ളതാണ്. അതാണ് ഞങ്ങൾക്ക് അധികാരത്തിൽ തിരിച്ചു വരാൻ പറ്റുന്ന ഒരു ടൂൾ. അതുതന്നെയാണ് ഞങ്ങൾ ആ ഒരു നിലപാടിൽ അവർ ഉറച്ചു നിൽക്കുകയാണ്. തീർച്ചയായിട്ടും സുപ്രീം കോടതി പലതവണ ഇടപെടലുകൾ നടത്തി, വളരെ കർശനമായ താക്കീതുകൾ നൽകി. സുപ്രീം കോടതി നിർദ്ദേശപ്രകാരം സമിതികൾ രൂപീകരിച്ചു. സുപ്രീം കോടതിയാണ് പല കാര്യങ്ങളിലും ഇടപെട്ടത്. പക്ഷെ ഇതൊക്കെ സുപ്രീം കോടതിക്ക് എല്ലാ ദിവസവും ചെയ്യാൻ കഴിയില്ലെന്ന് അവർക്കറിയാം. അപ്പോൾ ആ പ്രശ്നം മൂത്തു നിന്നിരുന്ന സമയത്ത് സുപ്രീം കോടതിയിലെ കേസ് വരികയും അതിന്മേൽ സുപ്രീം കോടതിയിലെ പല സത്യവാങ്മൂലങ്ങളും ഉറപ്പുകളും കൊടുത്ത് തടി ഊരുകയും ചെയ്തു. പക്ഷെ അതൊന്നും നടക്കുന്നില്ല. അവിടെ ദുരിതാശ്വാസ പ്രവർത്തനങ്ങളിൽ പോലും പക്ഷപാതപരമായ പ്രവർത്തനങ്ങളാണ് നടക്കുന്നത് എന്ന് ഉത്തരവാദിത്തപ്പെട്ട ഒരു ADM എന്നോട് അവിടെ മണിപ്പൂരിൽ ചെന്നപ്പോൾ പറയാനിടയായി. അത് ഞാൻ കങ്പോക്പി ജില്ലയിൽ വെച്ചാണ് അദ്ദേഹം എന്നോട് പറഞ്ഞത്. അദ്ദേഹം പറഞ്ഞത് ഒരു ദുരിതാശ്വാസ പ്രവർത്തനത്തിന് കൊടുക്കുന്ന തുകയിൽ പോലും വലിയ അന്തരമാണ് മലയോരത്ത് കുക്കി മേഖലയിലും താഴെ മെയ്തേയ് മേഖലയിലും ഉള്ളത്. ഇവിടെ കുട്ടികൾക്ക് മുട്ട കൊടുക്കാൻ പോലുമുള്ള സംവിധാനമില്ല. അങ്ങനെയുള്ള പക്ഷപാതപരമായ നടപടികൾ തുടരുകയാണ്. സുപ്രീം കോടതിയിൽ ഇനി ആരെങ്കിലും പുതിയൊരു കേസുമായി വരുമ്പോൾ മാത്രമാകും ഇതിന്മേൽ വീണ്ടും ഒരു താക്കീതോ ഒക്കെ ഉണ്ടാവുക. പക്ഷെ അപ്പോഴും നമുക്കറിയാവുന്നതുപോലെ ഈ കോടതികൾക്ക് ഇടപെടുന്നതിന് പരമാവധി പരിമിതികളുണ്ട്. പല പ്രശ്നങ്ങളിലും അതൊക്കെ തന്നെയാണ്. അത് ഇപ്പൊ കൽക്കട്ടയിൽ നടക്കുന്ന പ്രശ്നങ്ങൾ നമുക്കറിയാം. മാസങ്ങളായി ആ ഒരു ഡോക്ടറുടെ മരണത്തെ തുടർന്നുണ്ടാകുന്ന പ്രശ്നങ്ങൾ, അതിന് ഇന്നും കോടതിയിലുണ്ടായിരുന്നു. പക്ഷെ ഒരു തീരുമാനം എടുക്കാൻ കഴിയുന്നില്ല പലപ്പോഴും അന്തിമമായി. കാരണം രണ്ടു പക്ഷത്തും സർക്കാർ പറയുന്നത് കേൾക്കാതിരിക്കാൻ പറ്റത്തില്ല ഒരു കോടതിക്കും. നിയമം അവര് നടപ്പാക്കേണ്ട സർക്കാരുകൾ തന്നെ ഒരു പക്ഷം ചേരുമ്പോൾ കോടതികൾ അല്ലെങ്കിൽ കർക്കശമായ നിലപാടുകൾ എടുക്കേണ്ടതുണ്ട്. അത് ഒരു പരിധിവരെ ഈ വർത്തമാനത്തിനപ്പുറത്ത് കിടന്ന് കടുത്ത നടപടികളിലേക്ക് ഇതുവരെ ആരും പോയിട്ടില്ല, കോടതികൾ പോയിട്ടില്ല. അപ്പൊ ഈ മണിപ്പൂരിലെ പ്രശ്നങ്ങൾ വളരെ സങ്കീർണമാണ്. അത് കൂട്ടായ ചർച്ചയിലൂടെ ഒരുമിച്ചിരുത്തി മാത്രമേ പരിഹരിക്കാൻ കഴിയൂ. ആ പ്രശ്ന പരിഹാരത്തിനായി ആത്മാർത്ഥമായ ശ്രമങ്ങൾ ഉണ്ടാവണം. അവർക്കതൊരു വിശ്വാസ്യത ഉണ്ടാക്കുന്നതിനാണ് പ്രധാനമന്ത്രി അവിടെ സന്ദർശിക്കേണ്ടതുള്ളത്. ആ പ്രധാനമന്ത്രി ഇതുവരെയും അവിടെ സന്ദർശിക്കാൻ തയ്യാറായിട്ടില്ല എന്ന കാര്യം നമുക്കെല്ലാവർക്കും അറിയാം. പ്രധാനമന്ത്രി നരേന്ദ്രമോദി നമുക്കറിയാം, തെരഞ്ഞെടുപ്പ് കാലത്ത് പോലും, അതിനു മുമ്പിലുള്ള തെരഞ്ഞെടുപ്പിലൊക്കെ അദ്ദേഹം അവിടെ പ്രചരണത്തിന് പോയിരുന്നു. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പ് കാലത്ത് മണിപ്പൂരിലേക്ക് അദ്ദേഹം പോയില്ല. അതിന്റെ തിരിച്ചടി അവിടെ കിട്ടുകയും ചെയ്തു. പക്ഷെ എന്നിട്ട് പോലും അദ്ദേഹം ഇപ്പോഴും അവിടെ പോയിട്ടില്ല. പാർലമെന്റിൽ വലിയ ഉറപ്പുകൾ കൊടുത്തപ്പോഴും പ്രധാനമന്ത്രി അങ്ങോട്ട് പോയിട്ടില്ല. നമുക്കറിയാം, ആദ്യം ഒരു അമിത്ഷാ പോയി ഒരു മീറ്റിംഗ് വെച്ചെങ്കിലും അവിടെ അന്നുണ്ടാക്കിയ സമിതി പോലും അവർ രണ്ടുപേരും കുക്കികളും മെയ്തേകളും തള്ളിക്കളഞ്ഞു. ഫലത്തിൽ ഒരു പ്രയോജനം ഉണ്ടായില്ല. അവിടെ പോയി എന്നതിൽ ഏർപ്പെടുത്ത് കിടന്നു. ഇപ്പോഴും കേന്ദ്രമന്ത്രിമാർ അങ്ങോട്ട് പോകുന്നില്ല. ഉത്തരവാദിത്തപ്പെട്ടവർ അവിടെ ചെന്ന് പ്രശ്നപരിഹാരത്തിന് ശ്രമിക്കുന്നില്ല. മുഖ്യമന്ത്രിയെ മാറ്റുന്നില്ല. മുഖ്യമന്ത്രിയുടെ ഭാര്യ, ഇപ്പോഴത്തെ ഭാര്യ, അവരെ കൂടെ കൂടിച്ചേർന്നാണ് പല പ്രവർത്തനങ്ങൾക്കും നേതൃത്വം നൽകുന്നത് എന്നാണ് കുക്കികൾ പറയുന്നത്. ഈ കുക്കികൾക്കെതിരെ ആരോപണം ഉന്നയിക്കുന്ന അവിടുത്തെ മയക്കുമരുന്ന് മാഫിയ ഒക്കെ അതിനെ നിയന്ത്രിക്കുന്നതും അതിന്റെ പ്രധാന അവരുടെ ഫണ്ടിങ് നടത്തുന്നതുമൊക്കെ ആയിട്ടുള്ള ആളുകൾ മുഖ്യമന്ത്രിയുടെ അടുത്ത ആളുകളാണെന്ന് കുക്കികൾ വിശ്വസിക്കുന്നു. നമുക്കറിയാം, തെരഞ്ഞു പിടിച്ച് കൊടിയ ആക്രമണം നടത്തിയിട്ടും അവരാരും ശിക്ഷിക്കപ്പെട്ടിട്ടില്ല. ഇപ്പോഴും കടുത്ത ക്രൂരമായ കൂട്ടബലാത്സംഗത്തിന് പരസ്യമായ ലോകത്തിന് മുന്നിൽ ഇന്ത്യയെ നാണം കെടുത്തിയ ഏറ്റവും ക്രൂരമായ ബലാത്സംഗത്തിന്റെ കേസിൽ പോലും ഇപ്പോഴും കൃത്യമായ നടപടികൾ ഉണ്ടായിട്ടില്ല. ആ കുട്ടി ഇപ്പോൾ അവിടെ നിന്ന് മാറി, സ്വന്തം ഗ്രാമത്തിൽ നിന്ന് മാറി കുക്കികളുടെ തന്നെ മറ്റൊരു
വിഭാഗത്തിന്റെ സംരക്ഷണയിലാണ് അവർ രഹസ്യമായി കഴിയുന്നത്. അതേക്കുറിച്ച് ഞാനൊരു വാർത്ത പിന്നീട് കൊടുത്തിരുന്നു. ആ കുട്ടി ഇപ്പോഴും വളരെ അതിന്റെ ട്രോമയിൽ നിന്നും മോചിതയായിട്ടില്ല. ഇങ്ങനെയുള്ള പ്രശ്നങ്ങളെല്ലാം അതൊക്കെ ഒറ്റപ്പെട്ട കേസല്ല. നൂറുകണക്കിന് ആളുകളാണ് ഇത്തരത്തില് ആക്രമിക്കപ്പെട്ടവര്, ഒറ്റപ്പെട്ടവര്, ഗ്രാമങ്ങളാണ് ഒഴിഞ്ഞു കൊടുക്കേണ്ടി വന്നിട്ടുള്ളത്. ഇവിടെ ഒന്നും പ്രശ്നപരിഹാരം ഉണ്ടായിട്ടില്ല. ഇപ്പോഴും ആയിരങ്ങളാണ് ക്യാമ്പുകളിൽ കഴിയുന്നത്, ദുരിതാശ്വാസ ക്യാമ്പുകളിൽ കഴിയുന്നത്. എന്നിട്ടും പ്രശ്നപരിഹാരം ഇല്ലെന്ന് മാത്രമല്ല, തികച്ചും പക്ഷപാതപരമായ നടപടികളുമായി സർക്കാർ മുന്നോട്ട് പോവുകയാണ്. ഇപ്പൊ കുക്കികളെ അവിടെയുള്ള പത്രങ്ങൾ വിളിക്കുന്നതല്ല കുക്കി ഭീകരരെന്ന്, മിലിറ്റൻസ് എന്നാണ് അവർ ഉപയോഗിക്കുന്നത്. അതേസമയം മെയ്തേകളുടെ കാര്യത്തിൽ അത് അരമ്പൈത്തങ്ങൾ അതിനേക്കാൾ വലിയ മിലിറ്റൻസി അല്ലെങ്കിൽ ഭീകരവാദമാണ് നടത്തുന്നത്. പക്ഷെ അതിനെക്കുറിച്ച് അവിടുത്തെ മാധ്യമങ്ങൾ പോലും തികച്ചും ഏകപക്ഷീയമായ റിപ്പോർട്ടുകളാണ് ഇങ്ങോട്ട് വിടുന്നത്. ഞാനിപ്പോ അവിടെ ചെന്നുകൊണ്ട് എനിക്കറിയാം, അവിടെ നിന്ന് വരുന്ന വാർത്തകളെ അതേപടി വിശ്വസിക്കാൻ കഴിയാത്ത ഒരു സ്ഥിതിവിശേഷമാണ് ഉള്ളത്. പലപ്പോഴും അവിടെ ഇവിടെയൊക്കെയുള്ള നല്ല ചില റിപ്പോർട്ടർമാർ വിടുന്ന ചില ചെറിയ റിപ്പോർട്ടുകളിൽ നിന്ന് ചെകഞ്ഞെടുത്താൽ മാത്രമാണ് യഥാർത്ഥ സ്ഥിതിയുടെ ഒരു അറ്റമെങ്കിലും കണ്ടെത്താൻ കഴിയുന്നത്. അപ്പോഴും യഥാർത്ഥ സ്ഥിതി പുറത്തു വരുന്നില്ല. എങ്കിലും ഈ രണ്ട് ഗ്രൂപ്പുകളുമായി ബന്ധപ്പെട്ടിരിക്കുന്നതുകൊണ്ട് പുറമേക്ക് കേൾക്കുന്നത് ഒരുപക്ഷെ ഈ എന്തെങ്കിലും ഇത്തരം ആക്രമണങ്ങൾ ഉണ്ടാവുകയോ ആളുകൾ മരിക്കുകയോ ഒക്കെ ചെയ്യുമ്പോഴാണ് നമ്മൾ ഈ വാർത്തകളൊക്കെ പുറമേക്ക് കേൾക്കുക പോലും ചെയ്യുക പലപ്പോഴും. അപ്പോൾ ഇതിൽ തന്നെ ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഉണ്ടായത് ഡ്രോൺ ഉപയോഗിച്ചുള്ള ബോംബാക്രമണമാണ്. കുക്കികൾ അവരുടെ കുക്കികളുടെ സംഘടന ഇറക്കിയ സ്റ്റേറ്റ്മെൻറ്റിൽ പറയുന്നത് കഴിഞ്ഞ 2-3 ദിവസമായിട്ട് മെയ്തൈ വിഭാഗത്തിൻ്റെ ഭാഗത്ത് നിന്ന് വലിയ ബോംബാക്രമണം ഞങ്ങൾക്ക് നേർക്കുണ്ടായി എന്ന് കുക്കികൾ ആരോപിക്കുന്നുണ്ട്. അപ്പോൾ എന്ന് വെച്ചാൽ ഇത് നേരത്തെ ഉണ്ടായിരുന്ന ഒരു നേരിട്ടുള്ള ഏറ്റുമുട്ടലുകൾക്കപ്പുറത്ത് ഇത് പരസ്പരം ബോംബുകൾ ഉപയോഗിച്ചൊക്കെ ആക്രമണം ആരംഭിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തിയിട്ടുണ്ട്. എന്നിട്ടും അവിടുത്തെ സർക്കാരിന് ഇത് നിയന്ത്രിക്കാൻ സാധിക്കുന്നില്ല. കഴിഞ്ഞ 2023 മെയ് മാസത്തിൽ പോലീസിൻ്റെ ഭാഗത്തു നിന്ന് പോലീസിൻ്റെ കയ്യിൽ നിന്ന് മെയ്തൈ വിഭാഗക്കാർ തട്ടിക്കൊണ്ടുപോയെന്നോ അല്ലെങ്കിൽ പോലീസ് കൊടുത്തോ എന്നൊക്കെ പറയുന്ന 4500 തോക്കുകളിൽ ആകെ 1800 എണ്ണം മാത്രമാണ് ഇതുവരെ തിരിച്ചു പിടിക്കാൻ സാധിച്ചിട്ടുള്ളത്. അപ്പോൾ ഇത് ഒരു വലിയ ഗൗരവമുള്ളൊരു ലോ ആൻഡ് ഓർഡർ സിറ്റുവേഷൻ അവിടെ ഉണ്ട് എന്ന് പോലും അവിടുത്തെ സർക്കാർ അങ്ങനെ തോന്നൽ പോലും അവിടുത്തെ സർക്കാരിനുണ്ടെന്ന് തോന്നുന്നില്ല. തീർച്ചയായിട്ടും അത് വളരെ വളരെ ശരിയായ കാര്യമാണ്. നമുക്കറിയാം, ആയുധങ്ങള് രണ്ട് പക്ഷത്തുമുണ്ട്. മെയ്തൈ പക്ഷത്തിന് സർക്കാരിന്റെയും ആർമിയുടെയും പോലീസിന്റെയും ഒക്കെ ആയുധപ്പരകൾ തുറന്നു കൊടുത്തു എന്നുള്ള ആക്ഷേപം അവിടെ കിടപ്പുണ്ട്. തീർച്ചയായിട്ടും നമുക്കറിയാം, ഇത് ബോംബാക്രമണം നേരത്തെ മുതൽ ഉണ്ടായിരുന്നു, വെടിവെപ്പും ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന വ്യത്യാസം എന്ന് പറഞ്ഞാൽ ആധുനികമായ ഡ്രോണുകൾ ഉപയോഗിച്ചുള്ള വിദൂരത്ത് നിന്നുള്ള ഡ്രോൺ ആക്രമണങ്ങൾ, റോക്കറ്റ് ലോഞ്ചറുകൾ ഉപയോഗിച്ചുള്ള ആക്രമണങ്ങൾ, അതും ആധുനിക റോക്കറ്റ് ലോഞ്ചറുകളാണ്. ഇന്ത്യയും പാകിസ്ഥാനും പരസ്പരം യുദ്ധം ചെയ്താൽ ഉപയോഗിക്കുന്ന ടൈപ്പ് അത്ര ഭീകരമായ സാധനം, വലിയ റോക്കറ്റ് ലോഞ്ചറുകളൊക്കെ വെച്ചിട്ടാണ് ആക്രമിക്കുന്നത്. ഇവർക്കൊക്കെ പുറത്തുനിന്നും അകത്തുനിന്നും കിട്ടുന്നുണ്ട് എന്ന് വേണം കരുതാൻ ഈ ആയുധങ്ങൾ. അത് മ്യാൻമറിൽ നിന്ന് വരാം, പുറത്തുനിന്ന് വരാം. അതാണ് കുക്കികളുടെ പക്ഷത്തുള്ള ആയുധങ്ങൾ അവിടെ നിന്നാകാം. അതേസമയം ഈ മെയ്തൈകളുടെ പക്ഷത്തും ഇപ്പോൾ കാര്യമായ ആയുധങ്ങളുണ്ട്, ആയുധശേഖരമുണ്ട്. വെടിയുണ്ടകളൊക്കെ ലക്ഷക്കണക്കിനാണ് അവരുടെ പക്ഷമുള്ളത്. ഇത് ഒരു കൂട്ടായി ഇപ്പൊ മറുപക്ഷം കിടക്കാൻ പറ്റാത്ത രണ്ട് രാജ്യത്തെ എന്ന് പറഞ്ഞുള്ള തിരിച്ചിട്ടിരിക്കുന്നത് കൊണ്ട് ഈ മെയ്തൈ മേഖലയിൽ നിന്ന് കുക്കിയിലേക്കോ കുക്കി മേഖലയിൽ നിന്ന് മെയ്തൈയിലേക്കോ കടക്കാൻ പറ്റാത്ത ഒരു സ്ഥിതിവിശേഷം ഉള്ളത് കൊണ്ടാണ് കൊലപാതകം നടക്കുന്നത്. പക്ഷെ ഇപ്പോഴും ഇപ്പൊ കഴിഞ്ഞ ദിവസം ഞായറാഴ്ച ഉണ്ടായ ബോംബാക്രമണത്തിലും വെടിവെപ്പിലും 6 പേര് കൊല്ലപ്പെട്ടു എന്നാണ് നമുക്കൊക്കെ കിട്ടുന്ന വാർത്തകൾ. പക്ഷെ കുക്കി MLA എന്നോട് പറഞ്ഞത് ഒരു വനിത, കുക്കികളുടെ ഒരു വനിതയും അക്കാലത്ത് കൊല്ലപ്പെട്ടിട്ടുണ്ട്. ആ വാർത്ത പോലും പുറത്തോട്ട് വരുന്നില്ല. അപ്പൊ ഇതിന്റെ ഒരു നിജസ്ഥിതി പോലും അറിയാൻ നിർവാഹമില്ല. അത് കുക്കി ട്രൈബൽ ഫോറം അത് സംബന്ധിച്ചൊരു പ്രസ്താവന ഇറക്കിയിട്ടുണ്ട്, ഒരു വനിത കൊല്ലപ്പെട്ടതിനെ കുറിച്ച്. ഒരു തരത്തിലുള്ള വാർത്ത പോലും പുറത്ത് പലപ്പോഴും വരുന്നില്ല. മുഴുവനായ സത്യം വരുന്നില്ല. വൺ സൈഡഡ് ആയ വാർത്തകളാണ് വരുന്നത്. ഇതൊരു അവിടെ ആ പ്രശ്നത്തിൽ തീർച്ചയായിട്ടും അവിടുത്തെ ഏറ്റവും ആദ്യം വേണ്ടത് അവിടുത്തെ സർക്കാരിനെ പുറത്താക്കുകയാണ്. ആ ബിരൻ സിംഗ് സർക്കാരിനെ മാറ്റി പകരം ഒരു സർക്കാർ അവിടെ വരികയോ കേന്ദ്ര ഭരണം ഏറ്റെടുക്കുകയോ ചെയ്ത ശേഷം അവിടെ ഈ രണ്ട് കക്ഷികളെയും, മെയ്തൈകളുടെ നേതാക്കളെയും കുക്കികളുടെ നേതാക്കളെയും ഒരു മേശയ്ക്ക് ചുറ്റുമിരുത്തി പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ശ്രമിക്കേണ്ടതിന് പകരം കുക്കികളുമായി പണ്ട് ഒപ്പിട്ടിരുന്ന SOO കരാറുണ്ട്, അതായത് ഒരു വെടിനിർത്തൽ കരാറുകൾ. ഈ കരാറുകൾ ഇപ്പോൾ അത് റദ്ദാക്കി വേണമെന്നാണ് മെയ്തൈകൾ ആവശ്യപ്പെടുന്നത്. മുഖ്യമന്ത്രിയും അങ്ങനെ തന്നെ ആവശ്യം ഉന്നയിക്കുന്നുണ്ട്. ഈ പലപ്പോഴും അവിടുത്തെ സർക്കാരിന്റെ ആവശ്യം എന്ന് പറഞ്ഞാൽ മെയ്തൈകളുടെ മാത്രം ആവശ്യം. അവിടെ കുക്കികൾ കൊല്ലപ്പെട്ടാൽ അവിടെയൊന്നും ആർക്കും അന്വേഷിക്കാൻ പോലും പറ്റാതെ,
അദ്ദേഹത്തിന് പത്രസമ്മേളനം പോലും മലയോര മേഖലകളിലേക്ക് ചെന്ന് നടത്താൻ കഴിയാത്ത സ്ഥിതിവിശേഷം. ഇവിടെ എല്ലാം ഏകപക്ഷീയമായി ഒരു പക്ഷത്തിന് വേണ്ടി പ്രവർത്തിക്കുകയും ആ പക്ഷത്തിന് വേണ്ടി മാത്രം പ്രവർത്തിക്കുകയും ചെയ്യുന്ന സർക്കാരും പോലീസിലെ ഒരു ഭാഗം. ആ പോലീസിൽ തന്നെ കുക്കികളായിട്ടുള്ള പോലീസുകാർ അവരുടെ മേഖലയിലാണ്. അവർക്ക് ഇങ്ങോട്ട് വരാൻ കഴിയില്ല. അവർ വന്നാൽ അവരെ വെടിവെച്ച് കൊല്ലുന്ന സ്ഥിതിവിശേഷമുണ്ട്. ഇപ്പോൾ ഞാൻ പറഞ്ഞതൊക്കെ ഇന്നലെ തന്നെ മിനിയാന്ന് തന്നെ ഈ ആസാം റെജിമെന്റിലെ ഒരു മുൻ സൈനികനെ ആണ്, ഒരു ഹവിൽദാറെയാണ് അവിടെ സെഗ്മയിൽ, അത് ഇംഫാൽ വെസ്റ്റ് ജില്ലയിലാണ് അദ്ദേഹത്തിന്റെ ബോഡി കിട്ടിയത്. ഒറിജിനലി അദ്ദേഹം കങ്പോക്പി എന്നുള്ള ആളാണ്. കങ്പോക്പിയിലെ മോത്ബങ്ക് അവിടുത്തെ ഗ്രാമത്തിലുള്ള ഒരു ഗ്രാമവാസിയായിരുന്നു. എങ്ങനെയാണ് അദ്ദേഹം ഇവിടെ വന്നത്? ആക്സിഡന്റലി അദ്ദേഹം ബഫർ സോൺ കടന്ന് ഇപ്പുറത്ത് വന്നു എന്നാണ് കരുതുന്നത്. അപ്പൊ ഇത്തരത്തിലുള്ളത് റിപ്പോർട്ട് പോലും പുറത്തു വരുന്നില്ല. വളരെ സങ്കീർണമായ ഈ പ്രശ്നത്തെ രാജ്യത്തെ ജനങ്ങൾ ഒന്നുടക്കം ഇതിനകത്തൊരു പ്രതിഷേധമുയർത്തുകയും സുപ്രീം കോടതി വീണ്ടും ഇടപെടുകയും ഒക്കെ ചെയ്ത് ഇത് പരിഹരിച്ചില്ലെങ്കിൽ ഇത് അവിടെ കൊണ്ട് മാത്രം അവസാനിക്കില്ല. വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളിൽ പണ്ടുണ്ടായിരുന്ന അശാന്തിയൊക്കെ കുറെ വർഷങ്ങളായിട്ടില്ല. അവിടെ സമാധാനവും വികസനവും ഒക്കെ കടന്നു വന്നുകൊണ്ടിരിക്കുന്ന സമയമാണ്. ഇത് മറ്റ് സംസ്ഥാനങ്ങളിലേക്ക് പടരാതിരിക്കാനും നമ്മൾ ശ്രമിക്കേണ്ടതുണ്ട്. അതിനേക്കാളേറെ ഇതൊരു വലിയ പ്രശ്നമാണ്. ആ പ്രശ്നത്തെ, അതിന്റെ സങ്കീർണതയെ മനസ്സിലാക്കിക്കൊണ്ട് മുന്നോട്ട് പോകാനായിട്ട് ഈ ഉത്തരവാദിത്തപ്പെട്ട സർക്കാരുകൾ തയ്യാറാകണം എന്ന് മാത്രമേ നമുക്ക് അഭ്യർത്ഥിക്കാൻ. അവസാനമായിട്ടൊരു കാര്യം കൂടെ ചോദിച്ചോട്ടെ. അവിടെ ഇപ്പോൾ ഈ 2023 മെയ് 3-ാം തീയതി ആരംഭിച്ച ഈ വംശഹത്യാശ്രമത്തിൽ, അങ്ങനെ തന്നെ നമുക്ക് വിശേഷിപ്പിക്കാം, കുക്കികൾ ക്രിസ്തീയ വിഭാഗക്കാരാണ് വലിയ തോതിൽ ആക്രമിക്കപ്പെട്ടു. അവിടെ ഒരുപാട് പള്ളികൾ ആക്രമിക്കപ്പെട്ടു, പള്ളികൾ തകർക്കപ്പെട്ടു, തീവച്ച് നശിപ്പിക്കപ്പെട്ടു, ഒരുപാട് സ്ഥാപനങ്ങൾ നശിപ്പിക്കപ്പെട്ടു. ഇതൊക്കെ സംഭവിച്ചിട്ടുണ്ട് ആ കാലത്ത്. ഈ മേഖലകളിൽ ഏതെങ്കിലും തരത്തിലുള്ള ഒരു പുനർനിർമ്മാണത്തിനോ അല്ലെങ്കിൽ ഒരു അതിജീവനത്തിനോ അല്ലെങ്കിൽ സഹായം എത്തിക്കാനോ എന്തെങ്കിലും നടപടികൾ ഉണ്ടായിട്ടുണ്ടോ ഈ കാലത്തിനിടെ? നമുക്കറിയാം, ക്രൈസ്തവ പള്ളികൾ മാത്രം ഔദ്യോഗികമായി 254 പള്ളികൾ അവിടെ തകർക്കപ്പെട്ടു. അത് തകർക്കപ്പെട്ടെന്ന് പറഞ്ഞാൽ മുച്ചൂട് തകർക്കുക എന്നൊക്കെ നമ്മുടെ മലയാളത്തിലൊരു പ്രയോഗം. അടിച്ച് തകർത്ത് നിലംപരിശാക്കി അത് കൂട്ടിയിട്ട് മൊത്തം കത്തിക്കുക. അത് വാതിലും കതലും ജനലും പോലും ഉരുകിപ്പോയിരിക്കുകയാണ്. അപ്പൊ ആ നിലയിലുള്ള കൊടിയ നാശമാണ് സ്കൂളുകൾക്ക് പോലും വരുത്തിയിരിക്കുന്നത്. നിരവധി സ്കൂളുകളാണ്. അത് ഒത്തിരി അകലെ, സുബ്നു എന്ന് പറയുന്ന വില്ലേജിലൊക്കെ, അത് ഇംഫാലിൽ നിന്ന് വളരെയേറെ അകലെയാണ്. ഞാൻ അവിടെയൊക്കെ പോയി നേരിട്ട് കണ്ടതാണ്. നമുക്ക് ചിന്തിക്കാൻ പറ്റാത്ത അത്രയും വലിയ നാശങ്ങളാണ്. ഈ കോൺക്രീറ്റ് കെട്ടിടങ്ങൾ വരെ ഇടിച്ചു നിരത്തിയിരിക്കുകയാണ്. അപ്പൊ അതിനുവേണ്ടി JCB വരെ കൊണ്ടു. ഇതൊന്നും പരിഹരിക്കാൻ ഒരു ശ്രമം, നഷ്ടപരിഹാരം കൊടുക്കണമെന്ന് കമ്മിറ്റി ശുപാർശ ചെയ്തിട്ടുണ്ട്. കമ്മിറ്റിയുടെ ശുപാർശകളൊന്നും നടപ്പായിട്ടില്ല. ഇത്തരം കാര്യങ്ങളിൽ കൃത്യമായൊരു നടപടി ഉണ്ടാവുന്നില്ലെങ്കിൽ അത് ആദ്യമേ സമാധാനം പുനഃസ്ഥാപിക്കുകയും ആളുകളെ അവരുടെ ഗ്രാമങ്ങളിലേക്ക് തിരിച്ചു കൊണ്ടുവന്ന് അവർക്ക് അവിടെ ഭവനം വെച്ചു കൊടുത്ത് അവരുടെ നാട്, കാരണം അവരുടെ ജീവിതം അവിടെയാണ്. നമുക്കറിയാമല്ലോ, നമ്മൾ ജനിച്ചു വളർന്ന മണ്ണിനോട് വിട്ടുപോയിച്ച് നമുക്ക് സ്വർഗം തരാമെന്ന് പറഞ്ഞാലും ചിലപ്പോൾ നമ്മൾ പോകാൻ റെഡിയാവില്ല. അവർ എത്ര പാവപ്പെട്ടവരാണെങ്കിലും അവരുടെ മത്സ്യത്തൊഴിലാളികളുടെ കാര്യത്തിലൊക്കെ നമ്മൾ കാണുന്നതാണ് സ്ഥിരമായിട്ട്. വിഴിഞ്ഞം തുറമുഖത്തിന്റെ കാര്യത്തിലൊക്കെ നമ്മൾ കണ്ടതാണ്. എന്തുകൊണ്ടാണ് അവർ മാറാത്തത്? അവരുടെ വൈകാരികമായ സ്വത്വബോധം അവിടെ മാത്രമാണ്. അവിടെയാണ് ക്രൈസ്തവരായിട്ടുള്ള, നമുക്കറിയാം, ഏതാണ്ട് 98% കുക്കികളും ക്രൈസ്തവ വിഭാഗങ്ങളാണ്. അവര് കത്തോലിക്ക വിഭാഗക്കാർ കുറവാണ്. കൂടുതലും പ്രോട്ടസ്റ്റന്റ് വിഭാഗങ്ങളും ആംഗ്ലിക്കൻ സഭകളും ഒക്കെയാണ് അവിടെ കൂടുതലുള്ളത്. പക്ഷെ അവർക്കൊക്കെ ഇക്കാര്യത്തിൽ ഒരു അഭിപ്രായ വ്യത്യാസമില്ല. അവരെല്ലാം ഒറ്റക്കെട്ടാണ്. അവർ പറയുന്നത് ഇത് കൃത്യമായ ഒരു വർഗീയതയും ഇക്കാര്യത്തിൽ ഉണ്ടായിട്ടുണ്ട്. അല്ലാതെ ഇത് പറയുന്നത് വംശീയ പ്രശ്നം അവിടെ ഉണ്ട് എന്ന കാര്യം ആരും നിഷേധിക്കുന്നില്ല. വംശീയമായ ഒരു വ്യത്യാസം അവിടെ ഉണ്ട്, തീർച്ചയായിട്ടും. പക്ഷെ ആ വംശീയ പ്രശ്നത്തെ വഷളാക്കിക്കൊണ്ട് വർഗീയമായി മുതലെടുക്കുകയും ചൂഷണം ചെയ്യുകയും ചെയ്തിരിക്കുന്നു. ഇനിയും അത് പരിഹരിക്കാൻ ഒരു മാർഗവുമില്ല, ഉണ്ടായിട്ടില്ല. ശരിയായ ഒരു പരിഹാര മാർഗം ഇതിന്റെ സമീപത്ത് പോലും കാര്യങ്ങൾ ഇതുവരെ എത്തിയിട്ടില്ല. തികച്ചും ഏകപക്ഷീയമായ പക്ഷപാതപരമായി പ്രവർത്തിക്കുന്ന സർക്കാരിനെ മാറ്റിക്കൊണ്ട് മാത്രമേ അവിടെ ഒരു സമാധാനം പുനഃസ്ഥാപിക്കാൻ കഴിയൂ. എങ്ങനെ പ്രത്യേക സ്വയംഭരണാവകാശ പ്രദേശം കൊടുക്കണമെന്ന കുക്കികളുടെ ആവശ്യമൊക്കെ ഒരിക്കലും സമ്മതിക്കില്ല എന്ന് മുഖ്യമന്ത്രി പറയുന്നുണ്ട്. ഒരു പരിധിവരെ അത് ബുദ്ധിമുട്ടായിരിക്കും. പക്ഷെ പലപ്പോഴും പ്രശ്നപരിഹാരത്തിന് ഇത്തരം കാര്യങ്ങൾ കൊടുക്കേണ്ടി വരും എന്ന് എനിക്ക് തോന്നാറുണ്ട്. റൈറ്റ്, അതാണ് മണിപ്പൂരിലെ ഇപ്പോഴത്തെ അവസ്ഥ. ഒരു 16 മാസം പിന്നിട്ടിട്ടും അശാന്തിയുടെ ദിനങ്ങൾ,
പറിച്ചെറിയപ്പെട്ട മനുഷ്യർക്ക് അവരുടെ വീടുകളിലേക്ക് തിരികെ പോകാൻ കഴിയാത്ത അവസ്ഥ, എത്ര പേർ മരിച്ചു എന്നുള്ളതിനെക്കുറിച്ചുള്ള കൃത്യമായ കണക്കില്ലാത്ത അവസ്ഥ, വീട് വിട്ട് അവരുടെ നാട് വിട്ട് ഓടിപ്പോകേണ്ടി വന്ന 1,00,000-ലധികം പേർക്ക് മടങ്ങി വരാൻ കഴിയാത്ത അവസ്ഥ, അപ്പോഴും വളരെ ഏകപക്ഷീയമായി വളരെ വർഗീയമായ അജണ്ടയോടുകൂടി ഭരണകൂടം പ്രവർത്തിക്കുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. മണിപ്പൂരിൽ ആക്രമണങ്ങളുടെ വാർത്ത വീണ്ടും വന്നു തുടങ്ങുകയാണ്. അത് ആവർത്തിക്കാതിരിക്കട്ടെ എന്ന് നമുക്ക് ആഗ്രഹിക്കുക മാത്രമേ ഈ ഘട്ടത്തിൽ സാധ്യമാവുകയുള്ളൂ. ഇൻസൈറ്റിൻ്റെ എപ്പിസോഡ് ഇവിടെ പൂർത്തിയാവുന്നു. മറ്റെപ്പിസോഡുമായി വീണ്ടും കാണാം.